സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളോടുള്ള അനാസ്ഥയുടെ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. കൈക്കൊടുവുള്ള ഒരാൾക്ക് കമ്പി മാറ്റിയിട്ടു എന്നാണ് പുതിയ ആരോപണം. എന്നാൽ സാധാരണ നൽകുന്ന ചികിത്സയെന്ന് ഓർത്തോപീഡിക് വിഭാഗം മേധാവി പറയുന്നു. കഴിഞ്ഞ ദിവസം കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയതിനുമുണ്ട് ന്യായീകരണം. കുട്ടിക്ക് നാവിന് പ്രശ്നമുണ്ടായിരുന്നു എന്നതാണ് വാദം. ഹർഷീന അതിജീവിത 4 വയസ്സുകാരി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രമെടുത്താൽ പട്ടിക നീളും. അനാസ്ഥയും അശ്രദ്ധയുമായി സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. അനാസ്ഥ അവസാനിക്കുന്നില്ല. നാവിന് ശസ്ത്രക്രിയ ചെയ്ത കുഞ്ഞിന്റെ ബന്ധു അഫ്സദ് ചർച്ചയിൽ. അതോടൊപ്പം ഹർഷീനയുണ്ട്, സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തെക്കയിലുണ്ട്, ഡോക്ടർ NM അരുൺ ആരോഗ്യ വിദഗ്ധൻ, അതോടൊപ്പം തന്നെ ഡോക്ടർ RC ശ്രീകുമാർ KGMCTA പ്രതിനിധിയാണ്. ആദ്യം ഞാൻ ഡോക്ടർ RC ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീകുമാർ, ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വന്നിരിക്കുന്ന പുതിയ അനാസ്ഥയുടെ വിവരമായി വരുന്നത് ഒരു പരാതിയാണല്ലോ. കൈക്ക് ശസ്ത്രക്രിയക്കിട്ട കമ്പി മാറിപ്പോയി. 3000 രൂപ കൊടുത്ത് താൻ തന്നെ വാങ്ങിക്കൊടുത്ത കമ്പിയല്ല ഇട്ടതെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ശസ്ത്രക്രിയയാണ് നടത്തിയതെന്ന് അവിടുത്തെ ഓർത്തോപീഡിക് വിഭാഗം മേധാവി വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? ഇതിലെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ രോഗിക്ക് കയ്യിലൊടിവ് കൊണ്ട് കൂടാതെ തന്നെ ഈ ജോയിൻറ്റിൻ്റെ ചെറിയ ചതവ് ഉണ്ടായിരുന്നു, മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചികിത്സിക്കുമ്പോൾ കയ്യിലെ ഓർത്തോപീഡിക്സ് മേഖല ഡോക്ടർ ജേക്കബ് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, കയ്യിലെ എല്ലിൻ്റെ ഒടിവ് മാത്രമാണെങ്കിൽ അത് നമുക്ക് പ്ലേറ്റ് ഇട്ട് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ജോയിൻറ്റിലേക്ക് വരുമ്പോൾ ഏതൊരു ജോയിൻറ്റിനകത്ത് ജോയിൻറ്റ് നെക്രോസായിട്ട് നമുക്കൊരു കമ്പി ഇടാൻ സാധിക്കണം. ജോയിൻറ്റ് മൊബിലിറ്റി മൊത്തം, ജോയിൻറ്റ് മൂവ്മെൻറ്റ് മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ അത്തരം കേസുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ല് ഫിക്സ് ചെയ്തതിന് ശേഷം പുറത്ത്, അതായത് ജോയിൻറ്റ് നെക്രോസായിട്ട് പുറത്ത് ഒരു 1-2 കമ്പികൾ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. കാരണം ആ ജോയിൻ്റ് എപ്പോഴും നമ്മൾ ഒരു വലിയ കാലത്തേക്ക് അനക്കാതെ ചെന്ന് കഴിഞ്ഞാൽ ജോയിൻറ്റ് മൊബിലിറ്റി നഷ്ടപ്പെടും, ജോയിൻറ്റ് അനക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജോയിൻറ്റ് ഡാമേജ് ഉള്ള സമയത്ത് പുറമേ ഒരു കമ്പി ഇട്ടിട്ട് ഒരു 2, 3 അല്ല 4 ആഴ്ച ഈ ജോയിൻറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ചികിത്സാ രീതി. ഇവിടെയും സംഭവിച്ചത് അത്രയേ ഉള്ളൂ. എല്ലിൻ്റെ പൊട്ടലിന് ഒരു പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അത് രോഗി വാങ്ങിച്ചു കൊടുത്ത പ്ലേറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ ഒരു വരച്ച വളരെ ചെറിയൊരു വയറ് ഈ ജോയിൻറ്റ് നെക്രോസായിട്ട് പുറത്തുകൂടി ഇട്ടിട്ടുണ്ട്. ആ ഇട്ടിട്ട് ആ ജോയിൻ്റ് ഒരു തൽക്കാലം ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ഒരു സമയം കഴിയുമ്പം 3-4 ആഴ്ച കഴിയുമ്പോൾ എത്ര ഡാമേജ് ഉണ്ട്, ഇതിപ്പോൾ 4 ആഴ്ചയാണ് ഈ രോഗിക്ക് പറഞ്ഞിരിക്കുന്നത്. ആ 4 ആഴ്ച കഴിയുമ്പോൾ ഈ പുറത്തെ കമ്പി നമ്മൾ എടുത്തു കളയും. അത് കഴിയുമ്പോൾ ജോയിൻ്റ് പതുക്കെ അനക്കാൻ സാധിക്കും. അതാണ് ചെയ്യുന്ന ചികിത്സാ രീതി. ഒരു വ്യക്തിക്ക് ഒരു എല്ലൊടി ഉണ്ടാവുകയും അതിനടുത്ത ഒരു ജോയിൻറ്റ് പരിക്കുണ്ടെങ്കിൽ ചെയ്യുന്ന രീതിയാണ്. കാരണം ജോയിൻറ്റ് നെക്രോസായിട്ടൊരു കമ്പി നമുക്ക് ഫിക്സ് ചെയ്യാൻ ഒക്കത്തിനകത്ത്. കാരണം ആ കമ്പി പെർമനൻ്റാണ്. അപ്പോൾ പെർമനൻ്റ്ലി ജോയിൻറ്റ് നെക്രോസ് കമ്പി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൊത്തം ഈ രോഗിയെ സംബന്ധിച്ച് ഈ ജോയിൻ്റ് ഒട്ടും അനക്കാതിരിക്കും. ജോയിൻ്റെ ഫങ്ഷൻ നടക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. അതൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ RC ശ്രീകുമാർ, തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെ വന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അജിത്തിന് നല്ല വേദന ഉണ്ടായപ്പോൾ ഒരു ശസ്ത്രക്രിയയോടെ നടത്തേണ്ടി വരും എന്ന രീതിയിൽ പ്രതികരണം വന്നു. ഇത് യഥാർത്ഥത്തിൽ രോഗിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഡോക്ടർമാർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? 2 കൂട്ടരും തമ്മിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പരാതി വരുമോ? ഇതിപ്പോൾ ശരിയായ ചികിത്സയാണ് എന്ന് താങ്കൾ തന്നെ അത് ആവർത്തിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. രോഗിക്ക് ബോധ്യമാകുന്ന തരത്തിലാണോ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു വിശദീകരണം നൽകേണ്ടതില്ല, ഞങ്ങളങ്ങ് ചെയ്തു പോകും, നിങ്ങളങ്ങ് അനുഭവിച്ചാൽ മതി എന്ന രൂപത്തിലാണോ? അല്ല, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖകരമാണ്. പക്ഷേ മിക്കവാറും സമയങ്ങളിലും തന്നെ നമ്മൾ വിശദമായിട്ട് തന്നെ രോഗിയോട് സംസാരിക്കുകയും രോഗിയുടെ ഒരു ബന്ധുവിനോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഓപ്ഷൻസും കൊടുക്കാറുണ്ട്, പലവിധ ചികിത്സാ ഓപ്ഷൻസും കൊടുക്കാറുണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ചാളൊരു 8-10 ആഴ്ച പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. ഇങ്ങനെ പല ഓപ്ഷൻസ് സംസാരിച്ച ശേഷമാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ രോഗിയോട് സംസാരിക്കാതെ അല്ലെങ്കിൽ രോഗിയോട് വ്യക്തിമായി എഴുതി വാങ്ങിക്കാതെ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യാറില്ല റെഗുലറായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് രോഗി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പം ഓപ്പറേഷൻ കഴിയുമ്പോൾ വേദന ഉണ്ടായപ്പോൾ രോഗിക്ക് പരാതി ഉണ്ടായി കാണണം. ചിലപ്പോൾ കൂടുതൽ ആൾക്കാരോ അല്ലെങ്കിൽ അടുത്ത കിടന്ന രോഗികളോ ആരെങ്കിലും ആയിരിക്കാം ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തത്. അങ്ങനെ ഒരു മെസ്സേജ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഓർത്തോപീഡിക്സ് ഭാഗത്തുള്ള ഡോക്ടർമാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഈ കമ്പിയുടെ അളവ് മാറിപ്പോയി എന്നൊക്കെയാണ് അജിത്തിന്റെ പരാതി. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി
കമ്പിയുടെ അളവ് മാറിപ്പോയെന്നാണ് അജിത്തിന്റെ പരാതി. മാത്രമല്ല ഇത് ഒരു ഡോക്ടറെ ആദ്യം കാണിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരുമെന്ന് പറയുന്നു. അതിനുശേഷം ഈ മുതിർന്ന ഡോക്ടർമാരുടെ സംഘം വന്നപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഡോക്ടറാണോ തെറ്റിദ്ധരിപ്പിച്ചത്? അത് ഡോക്ടർ പറഞ്ഞുള്ളൂ നമുക്കറിയാൻ സാധിക്കുന്നില്ല. അത് ഡോക്ടറാണ് കിട്ടുന്നില്ല. മെഡിക്കൽ കോളേജിൽ എപ്പോഴും ഒരു ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്. ഒരു വ്യക്തിയായിട്ടല്ല മെഡിക്കൽ കോളേജ് ചികിത്സ നടക്കുന്നത്. എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് ഡിസ്കഷൻ ഉണ്ടാകുന്നതും എന്ത് ചികിത്സയാണെന്ന് തീരുമാനിക്കുന്നതും എപ്പോഴും ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് മെഡിക്കൽ കോളേജുകൾ, അതുകൊണ്ട് അതിനൊരു യൂണിറ്റ് സിസ്റ്റം തന്നെ മെഡിക്കൽ നടപ്പാക്കിയിരിക്കുന്നത്, ഒരു വ്യക്തിയായിട്ട് അങ്ങനെ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ചികിത്സ തീരുമാനിക്കുകയോ ചെയ്യുന്നില്ല. ആ ഗ്രൂപ്പിൽ ആ കേസുകൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവുകയും അത് യൂണിറ്റ് ചീഫാൽ ഉത്തരവാദപ്പെട്ട വ്യക്തിയോ രോഗിയോടോ ബന്ധുക്കളോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ളതിന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുമില്ല ഈ കേസിൽ, എൻ്റെ അറിവ് പ്രകാരം. ശരി, ഏതായാലും പോലീസ് കേസെടുത്തിരിക്കുകയാണ്, പോലീസ് അന്വേഷിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. രോഗി പരാതിപ്പെട്ടു ഡോക്ടർക്കെതിരെ. അത് നല്ല കാര്യമാണ്. രോഗിക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും പരാതി കൊടുക്കാം അധികാരികൾക്ക് അന്വേഷിക്കാം. സത്യം പുറത്തു വരട്ടെ. ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്, ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴും നമ്മളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും മാധ്യമങ്ങളെല്ലാം തന്നെ ആ റിപ്പോർട്ട് കൂടി ജനങ്ങളുടെ സത്യത്തിലേക്ക് കൊണ്ടുവരണം. കാര്യം പലപ്പോഴും സംഭവിക്കുന്ന ഇത്തരം ഒരു സംഭവങ്ങൾ വലിയൊരു ഹൈപ്പ് ഉണ്ടാവുകയും ഇതിൻ്റെ അന്വേഷണം കഴിയുമ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ജനങ്ങൾ അറിയാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതറിയേണ്ടത് തന്നെയാണ് ഡോക്ടർ. പക്ഷേ കുഞ്ഞിന്റെ ശസ്ത്രക്രിയ മാറി ചെയ്ത സംഭവത്തിൽ ഡോക്ടർമാർ എത്രത്തോളം ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഡോക്ടർക്ക് അനുകൂലമായിട്ടാണ് അന്വേഷണം റിപ്പോർട്ട് വരുന്നെങ്കിൽ അത് തീർച്ചയായും ആ രൂപത്തിൽ തന്നെ നൽകേണ്ടതാണ്. ഞാൻ വരാം ശ്രീ ശ്രീകുമാർ, താങ്കളിലേക്ക് വരാം. ബാക്കിയുള്ളവരിലേക്ക് കൂടി പോയ ശേഷം വരാം. നൗഷാദ് തെക്കയിൽ ഇപ്പോൾ അജിത്ത് എന്ന അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിയുടെ കേസിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ഡോക്ടർ RC ശ്രീകുമാർ പ്രതികരിച്ചത്. അദ്ദേഹം ഓർത്തോപീഡിക് സർജൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതറിയാം. അതുകൊണ്ടാണ് ആ കാര്യം വിശദീകരിക്കുന്നത്. ഈ അജിത്തിന്റെ കേസിൽ യഥാർത്ഥത്തിൽ അജിത്തിന് പിഴവ് പറ്റിയതാണ്, അജിത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് താങ്കൾ ഈ കേസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനാവുന്നത് നൗഷാദ്? അതിൽ എനിക്ക് മനസ്സിലാകുന്നത്, ഈ ഡോക്ടർ രോഗിയോടോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ ആളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. പിന്നെ കാര്യങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സാർ ഇവിടെ പറഞ്ഞല്ലോ, ഈ ബന്ധപ്പെട്ട ആളുകളുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ശസ്ത്രക്രിയ ഒന്നും ചെയ്യില്ല, കൂട്ടായിട്ടുള്ള ഒരു ആലോചനയിൽ കൂടി മാത്രമേ ചെയ്യൂ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വിരൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം എങ്ങനെ നാവ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു? അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ എവിടെയാണ് ഇവരൊരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി എല്ലാവരോടും അന്വേഷിച്ച് ചർച്ച ചെയ്ത് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും മെഡിക്കൽ കോളേജ് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ കോളേജിനെ മോശമാക്കി, അല്ലെങ്കിൽ അവിടെയുള്ള നമുക്കൊക്കെ വളരെയധികം സഹായം ചെയ്യുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന നിരവധി ഡോക്ടർമാരെയൊക്കെ അപമാനിക്കാനുള്ള ശ്രമം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിമാനകരമായ സ്ഥാപനത്തിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ സംഘടനയുടെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വളരെ ദുഃഖകരമായ സംഭവമാണ്. ഇപ്പോൾ അത് അജിത്തായാലും മറ്റേ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളായാലും അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവർക്കൊന്നും സാധിക്കുന്നില്ല, ഇവർക്കൊന്നും സമയമില്ല. അതല്ലെങ്കിൽ ഇവരൊക്കെ വേറെ എന്തോ ചിന്താഗതിയിലോ അതല്ലെങ്കിൽ ആ സമയത്ത് വേറെ ഏതോ തിരക്കിലോ ആയിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. അതല്ലെങ്കിൽ സാമാന്യമായ ഒരു പാവപ്പെട്ട ഒരു ജീവിതം അവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇത്രയും നരകിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന സമയത്ത് അവരോട് സഹായ മനസ്ഥിതിയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ നാവിന് ശസ്ത്രക്രിയ ചെയ്ത കുഞ്ഞിൻ്റെ ബന്ധുവിലേക്ക് പോവുകയാണ്, അഫ്സത്തിലേക്ക്. അഫ്സത്ത്, ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്? കുട്ടി സംസാരിച്ചു തുടങ്ങിയോ? ഇപ്പം സംസാരിക്കുന്നുണ്ട്.
ഈ ആദ്യം സംസാരിക്കുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു, ടങ് ടൈ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു ചെറിയ ശസ്ത്രക്രിയയാണ്, അങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയതുകൊണ്ട് അപ്പോൾ തന്നെ അത് ചെയ്തു എന്നാണ് ഡോക്ടറുടെ ഭാഷ്യം. എന്താണ് അതേക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, നല്ലോണം സംസാരിക്കുന്ന മോളാണ്. പിന്നെ ഞങ്ങൾ കൊടുത്ത ഇതിനുള്ള ഓപ്പറേഷൻ അല്ല അവർ ചെയ്തത്. പറഞ്ഞോളൂ. കുട്ടിയുടെ ആറാമത്തെ വിരൽ അല്ലെ, ആറാം വിരൽ ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ശസ്ത്രക്രിയക്ക് കൊണ്ടുപോകും മുമ്പ് താങ്കൾ കണ്ടിരുന്നോ കുഞ്ഞിനെ? അത് കൃത്യമായി സർജറിക്ക് മുമ്പ് അനസ്തീഷ്യ നൽകുമ്പോൾ തന്നെ രോഗിയുടെ പേര്, ഏത് ശസ്ത്രക്രിയയാണ് എന്നൊക്കെ കയ്യിൽ ഒരു ബാൻഡിൽ കെട്ടി എഴുതി വെച്ചിട്ടുണ്ടാകും. അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ലേ കുട്ടിയുടെ കാര്യത്തിൽ? അതെ, ബാൻഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സാറടുത്ത് ചോദിച്ചു ഇതാരാണ് എഴുതിയതെന്ന്. സാറ് പറഞ്ഞ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയതാണെന്നാണ് സാറ് പറഞ്ഞത്. സാറിന് എന്താ പറയുക, ഒരു ചെറിയ എന്തോ ഒരു കാര്യം ചെയ്തതുപോലാണ് സാറ് പറയുന്നത്. ഒരു നെവർമൈൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ സാറ് ഒന്നുകൂടി വ്യക്തമായി പറയാമോ? ആ ബാൻഡിൽ എഴുതിയതിൽ തെറ്റിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അതെ അതെ, ബാൻഡിൽ സാധാരണ എഴുതിയ ജൂനിയേഴ്സ് ഡോക്ടറാണ്. അതിലെന്താ എഴുതിയിരുന്നത്? ഞാൻ ചോദിച്ചു എന്താണ് എഴുതിയിരുന്നത്? എന്താണ് എഴുതിയിരുന്നത്? ആ ബാൻഡിൽ രോഗത്തിന്റെ വിവരം എഴുതിയിട്ടുണ്ട്. എന്ത് വിരലിന്റെ കാര്യം? അത് എനിക്ക് അങ്ങനെ അറിയില്ല. വിരലിന്റെ കാര്യം എഴുതുക. അതെ, വിരലിന്റെ കാര്യം എഴുതി. നാവിന്റെ കാര്യം എഴുതിയിട്ടില്ല എന്ന് ഉറപ്പാണ്? എഴുതിയിട്ടില്ല. നാവിന്റെ കാര്യം ഞങ്ങൾ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് സാറെടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല, ഞാൻ ചോദിക്കുന്നത് തെറ്റി എഴുതി പോയതാണോ എന്നറിയാനാണ് ഈ ചോദിക്കുന്നത്. അല്ല, തെറ്റ് എഴുതിയിട്ടില്ല. അപ്പൊ എഴുതി കൃത്യമായി ഏത് ശസ്ത്രക്രിയയാണെന്ന് എഴുതിയ ശേഷമാണ് ഡോക്ടർക്ക് പിഴവ് പറ്റിയത് അല്ലേ? അതെ അതെ അതെ. അത് നിങ്ങൾ ഈ ശസ്ത്രക്രിയക്ക് ശേഷം ഡോക്ടറോട് ചോദിക്കുന്നില്ല, അപ്പോഴെന്താണ് മറുപടി? സാറ് അബദ്ധം പറ്റിയെന്നാണ് സാറ് പറയുന്നത്. അപ്പോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. പറ്റിയെന്ന് തന്നെ പറയുന്നത് സാർ എന്തോ ഒരു. അതെ അതെ, അപ്പോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. പിന്നീട് അതൊരു ചെറിയ ശസ്ത്രക്രിയയാണ്, അതൊരു കുഴപ്പം, 2 പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന മട്ടിലാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന ഇത് അവതരിപ്പിക്കുന്നത്. കുട്ടിയുടെ 2 പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതെ, ഞങ്ങൾ കുട്ടീൻ്റെ കൈക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇതിന് പോയത്. അപ്പോൾ കൈയിൻ്റെത് ചെയ്യാതെ നാവിൻ്റെ ചെയ്തപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനായിപ്പോയി. ആ ടെൻഷൻ്റെ ഇതിലാണ് ഡോക്ടർ വീണ്ടും വന്നിട്ട് കുട്ടീനെ സാറ് തന്നെയാണ് എടുത്തുകൊണ്ടത്. ആദ്യം വന്നത് അറ്റൻഡറാണ്, പിന്നെ സാറ് നേരിട്ട് വന്നിട്ട് എടുത്തുകൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞതല്ല സാറോട് ഇത് ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോൾ ആ ടെൻഷനിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതായിപ്പോയി. ശരി, ഈ സംഭവത്തിന് ശേഷം നിങ്ങളെ ആരൊക്കെ ബന്ധപ്പെട്ടു? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ എന്താണ് പിന്നീട് പറഞ്ഞത്? ഇതിനൊരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഒരു വശത്ത്. അതെ, അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ഇത് സൗജന്യമായിട്ട് ഒരു ഇത് ചെയ്ത് തന്നെന്നാണ് പറയുന്നത്. ഒരു ഔദാര്യം ചെയ്ത പോലത്തെ സംസാരമാണ് അവർ സംസാരിക്കുന്നത്. ഈ അന്വേഷണം തുടങ്ങിയ ശേഷം, ഇപ്പോൾ ഡോക്ടർ സസ്പെൻഷനിലാണല്ലോ, അന്വേഷണം തുടങ്ങിയ ശേഷം വീണ്ടും വിളിച്ചിരുന്നോ? കേൾക്കുന്നില്ലല്ലോ. അന്വേഷണം തുടങ്ങിയ ശേഷം വീണ്ടും വിളിച്ചിരുന്നോ? ഇത് ചെയ്ത സാറോ? ആ ഡോക്ടർ തന്നെയല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റേതെങ്കിലും ഡോക്ടർമാർ വിളിച്ചിരുന്നോ? ആ, മെഡിക്കൽ കോളേജിൽ അവർ വിളിച്ചിരുന്നു. എന്താണ് പറയുന്നത്? അവർ വിളിച്ചിട്ട് നാളെ 10 മണിക്ക് കോളേജിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. നാളെ മൊഴി കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സാറ് അനുമതി ഇല്ലാതെ വരൂലെന്ന്. പോലീസിൽ കേസ് കൊടുത്തതുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ പോലീസിനെ നിങ്ങൾ അറിയിച്ചില്ലേ? സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് അതൊക്കെ. അവർക്ക് മൊഴിയെടുക്കേണ്ടതുണ്ട്. ഡോക്ടറുടെ മൊഴി എടുക്കും, അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ മൊഴി എടുക്കണമല്ലോ. അപ്പോൾ എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപദേശം? അവർ പിന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ മൊഴി എടുത്തതാണ്, പിന്നെ വിളിച്ചിട്ടില്ല അവർ. ശരി, ഡോക്ടർ അരുൺ, ഇപ്പോൾ ഈ സംഭവങ്ങളിൽ ഡോക്ടർ അരുൺ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
ഇന്ന് വന്നിരിക്കുന്ന പരാതി അത് ശരിയായ പരാതിയല്ല എന്നൊരു താങ്കൾക്ക് തോന്നലുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് ആ രോഗിയെ ബോധ്യപ്പെടുത്തേണ്ടത് പ്രാഥമികമായ കാര്യമല്ലേ? അത് ഡോക്ടർ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പരാതിപ്പെട്ടോട്ടെ, അന്വേഷണം നടക്കട്ടെ എന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. ഡോക്ടർ രോഗി ബന്ധം വഷളാകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ രോഗി ബന്ധം ഉണ്ടാക്കാനുള്ള സമയമില്ല എന്നൊരു യാഥാർത്ഥ്യം ഡോക്ടർമാരെ സംബന്ധിച്ചും അവിടെയുണ്ട്. 16 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടർ കുഞ്ഞിൻ്റെ ഈ നാവിന് ശസ്ത്രക്രിയ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി ഡോക്ടർ എത്തിയതെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. കയ്യിലെ ബാൻഡിൽ കൃത്യമായി ഇന്ന ശസ്ത്രക്രിയയാണെന്ന് എഴുതി വെച്ചിട്ട് പോലും മറ്റൊരു ശസ്ത്രക്രിയ, വേറൊരു അവയവത്തിൻ്റെ ശസ്ത്രക്രിയനെ നടത്തുന്നതിനെ ഇപ്പോൾ സംഘടന തന്നെ ന്യായീകരിക്കുകയാണ്. KGMCT പ്രതിനിധിയുണ്ട്, അദ്ദേഹത്തിലേക്ക് തന്നെ വീണ്ടും ഞാൻ പോകുന്നുണ്ട്. പക്ഷേ ഡോക്ടർ അരുൺ, താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ഡോക്ടറും ഒരു രോഗിക്ക് കരുതിക്കൂട്ടി ദോഷം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു ചികിത്സയും നടത്തില്ല. അത് നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, നമുക്കെല്ലാം ആ മനുഷ്യത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറും അങ്ങനെ രോഗിക്ക് കരുതിക്കൂട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ചികിത്സയും നടത്താൻ പോകുന്നില്ല. എന്നാൽ പിഴവുകൾ പല രീതിയിലും പറ്റാം. അത് എന്തായാലും എന്ത് കാര്യങ്ങളിലും പിഴവുകൾ ആർക്കും പറ്റാം. അതുകൊണ്ട് ഡോക്ടർമാർ മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർ മാത്രമല്ല ഹെൽത്ത് സിസ്റ്റത്തിലും ഒരുപാട് പിഴവുകൾ പറ്റാം. ഈ പിഴവുകൾ പറ്റാൻ എന്താണ് കാരണം എന്ന് നോക്കി അതിനെ പഠിച്ച് അത് ഇനി ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതായിരിക്കും പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിലെ ഓരോ ഇൻസിഡൻറ്റിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും പൊതുവേ പറഞ്ഞാൽ നമുക്ക് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ട്. അത് ഒരു ഡോക്ടറെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ ഒരു നഴ്സിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സിസ്റ്റത്തിന് ഭയങ്കര ഓവർലോഡഡ് സിസ്റ്റം ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും അതൊരു എക്സ്ക്യൂസ് അല്ല. അങ്ങനെ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ നോക്കുമ്പോൾ എത്ര പേർ പിഴവ് സമ്മതിക്കുന്നുണ്ട്? ഇപ്പോൾ ഈ കേസിൽ, കുഞ്ഞിന്റെ കേസിൽ അബദ്ധം പറ്റിയെന്ന് പറയുന്നുണ്ട്. ചെയ്ത ശസ്ത്രക്രിയ അത്ര ഗുരുതരമല്ല എന്നും വിശദീകരിക്കുന്നുണ്ട്. അതെന്തുമാകട്ടെ, അതിനുശേഷം ആ സംഘടന എങ്ങനെയാണ് ആ കാര്യത്തിൽ പ്രതികരിച്ചത്? അതൊരു പിഴവല്ല എന്ന രൂപത്തിൽ തന്നെ വിശദീകരിക്കുകയാണ്. 2 പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലോ എന്ന മട്ടിലാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. ഇത് സാധാരണക്കാരായ പാവങ്ങളോട് മാത്രമല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? ഒരു പണമുള്ള ആളുടെ അടുത്ത് ഡോക്ടർമാർ ഇങ്ങനെ പെരുമാറുമോ? ഇങ്ങനെയുള്ള മറുപടി കൊടുക്കുമോ? പിഴവ് നടന്നിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക തന്നെയാണ് വേണ്ടത്. ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് ആരോഗ്യ രക്ഷാ പ്രവർത്തനം ചെയ്യേണ്ടത്, ഒരു പിഴവ് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞാൽ അത് സമ്മതിക്കുകയാണ് ഏറ്റവും നല്ലത്. സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് ഏറ്റവും നല്ലത്. പിഴവുകൾ ആർക്കും സംഭവിക്കാം. പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പിഴവ് സമ്മതിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം പിഴവുകളെ നിങ്ങൾ വളരെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ക്രിമിനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതോ ഒരു ചാനലിൻ്റെ ചർച്ചയിൽ ഒരാൾ പറയുകയാണ് കരുതിക്കൂട്ടി ചെയ്തതാണ്, ആ രീതിയിലേക്കൊക്കെയാണ് ചർച്ച പോകുന്നത്. അപ്പോൾ നമുക്കിതറിയാം, ഇതിപ്പോൾ ആരും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. പിഴവുകൾ ഉണ്ടായിരിക്കാനില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ഓരോരോ ഇൻസിഡൻറ്റ് കാര്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇന്ന് പറഞ്ഞ കേസിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ RC ശ്രീകുമാർ വളരെ വിശദമായിട്ട് വിശദീകരിച്ചുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ കേസിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഇന്നത്തെ സിറ്റുവേഷനിൽ. പക്ഷേ എങ്കിലും നമ്മൾ ആ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് ഏറ്റു പറയുക, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ നോക്കുക എന്നല്ലാതെ പിഴവ് ചെയ്ത ഒരാളെ ക്രിമിനൽ കേസിൽ വലിയ പ്രതിയായിട്ട്. വലിയൊരു പിഴവിന്റെ ഉദാഹരണം നമ്മുടെ കൂടെ ചർച്ചയിൽ തന്നെയുണ്ട്. ഹർഷീനയുടെ കാര്യത്തിൽ വന്ന പിഴവിൽ എന്ത് കുറ്റസമ്മതമാണ് നടത്തിയിട്ടുള്ളത്? മാത്രമല്ല അവരോട് എന്ത് നീതികേടാണ് ഇപ്പോഴും സർക്കാരും ആരോഗ്യ സംവിധാനവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ ഹർഷീനയിലേക്ക് പോകുന്നു. ഹർഷീന അല്പസമയം നമ്മുടെ ഒപ്പം ഉള്ളൂ. ഹർഷീന, കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരുടെ ശസ്ത്രക്രിയ മാറി ചെയ്തതിൽ ഡോക്ടറെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹർഷീനയുടെ കേസിന് സമാനമായ അനുഭവമാണ്. പിഴവിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും പരാതിപ്പെട്ടപ്പോൾ ഈ തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? തീർച്ചയായും ഇവർക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സംഘടനകളുണ്ട്. നമ്മളെപ്പോലെ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് സംഘടനകളില്ല. നമുക്ക് സംരക്ഷണ നിയമത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല, പ്രതികരിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് 3/4%. ഇനി VIP വരുന്നുണ്ടെങ്കിൽ അവർക്ക് VIP പരിഗണന അവിടെ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നമ്മളെപ്പോലെ സാധാരണക്കാരാണ്. അപ്പോൾ അവർക്കിനി എന്ത് വന്നാലും അത്രയൊക്കെ പ്രതികരണം വരും എന്നുള്ളൊരു കാഴ്ചപ്പാടും, കാരണം ഓരോ പിഴവുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് എടുക്കുന്ന നടപടികൾ എന്താണെന്നുള്ളത്. ഇരകളെ മാക്സിമം
വേദനിപ്പിക്കുക, അവരെ വീണ്ടും വീണ്ടും ദുരിതത്തിലേക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിഴവ് വരുത്തുന്നവർക്കും എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാ ആരോഗ്യ പ്രവർത്തകരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയുന്നില്ല. ഒരുപാട് നല്ല ഡോക്ടേഴ്സ്, നല്ല സ്ഥാപനം തന്നെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. പക്ഷേ അവിടെ വരുന്ന ഇത്തരം പിഴവുകൾക്ക് വരാനുള്ള തുടർക്കഥയാവാനുള്ള കാരണം ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരം നിശ്ചയിച്ചിരുന്നത്. ഹർഷിനയ്ക്ക് തരാൻ ഉദ്ദേശിച്ചത് 2 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെ ഒരു തുക വേണ്ട എന്ന് ഹർഷിന പറയുകയും ചെയ്തു. അത് വേണ്ട എന്ന് തീരുമാനിച്ചു. 5 വർഷം ആയി ഇപ്പോൾ ചികിത്സ തുടങ്ങി. 2017 സംഭവം. ഇപ്പോൾ ഇതിനകം ചികിത്സയ്ക്ക് എത്രത്തോളം ഹർഷിനയ്ക്ക് കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട്? ഒരു 5 വർഷത്തോളം, അന്ന് 5 വർഷത്തോളം ഞങ്ങൾ നടത്തിയ ചികിത്സകൾ കണക്കുകൾ മുഴുവനൊന്നും ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഒരുപാട് ഞങ്ങൾ ചികിത്സകൾ തേടി, ലക്ഷക്കണക്കിന് നഷ്ടങ്ങൾ. പിന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, എൻ്റെ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് നിർത്തിവെച്ച് ഞങ്ങളെ സാമ്പത്തികമായ എല്ലാ ഇൻകം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. സാധനം കടബാധ്യതകളിലേക്കായി. ഓപ്പറേഷൻ കത്രിക എടുക്കുന്ന സമയത്തേക്കൊക്കെ കടങ്ങളിലേക്കായി ഞങ്ങളെ കാര്യങ്ങൾ. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ചിന്തിച്ചാൽ അറിയാവുന്നല്ല ഒരു മനുഷ്യൻ. നമുക്ക് ഇങ്ങനെ പൈസക്ക് ആർത്തിയായിട്ടാണെന്നല്ല, നമ്മളെ പ്രയാസം നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ കൂടെ നിന്ന് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം അനുഭവിച്ചിട്ടാണ്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി തുടർ ചികിത്സ എന്ന ആലോചനയാണല്ലോ ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ്. അതിനൊരു സമിതി തന്നെ രൂപീകരിച്ചു. പക്ഷേ നാളെ അതിന്റെ ഭാഗമായി ശസ്ത്രക്രിയ നടത്താനുള്ള ആലോചനയും ഉണ്ടായിരുന്നു. ആ ശ്രമങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഉദ്ദേശിച്ച അത്രയും തുക ലഭിച്ചില്ല എന്നാണ് അറിഞ്ഞത്. ക്രൗഡ് ഫണ്ടിങ് തുടക്കത്തിൽ എത്രത്തോളം അറിയില്ല, അതിൻ്റെ ഇപ്പോഴത്തെ കണക്ക് അറിയില്ല, എന്നാലും തുടക്കത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ആ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്കൊക്കെ ഇറങ്ങാന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ അഭിമാനം എത്രത്തോളം വേദനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടെ ചിന്തിക്കണം. കാരണം ആരോ ചെയ്ത തെറ്റിന്, ആർക്കോ വന്ന പിഴവിനാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കൾ ശരിക്കും ഒന്ന് സ്കൂളിൽ പോയിട്ട് അവരെ കൂടെ നിന്നൊന്ന് പഠിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇനി അടുത്ത അധ്യയന വർഷം തുടങ്ങുകയാണ്, അപ്പോഴും ഞാൻ അടുത്ത സർജറി കഴിഞ്ഞ് റെസ്റ്റിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ ആര് ഒരു പരിഹാരം തരും എന്നുള്ളത് ഇതിന് ബന്ധപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ എനിക്കൊന്ന് വ്യക്തമാക്കി തരണം എന്നുള്ളതാണ്. ഈ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്കൊക്കെ ഇറങ്ങുമ്പോണ്ടാവുന്ന നമ്മളൊരു മാനസികാവസ്ഥ, അത് ചെയ്യേണ്ടവർ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഏത് അഭിമാനത്തെക്കാളും വലുത് ജീവനാണ്. എൻ്റെ 3 കുട്ടികൾക്കൊരു ഉമ്മ വേണം, ജീവനോടെ ഞാൻ വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ 2 മാസത്തോളമായി ബെഡ് റെസ്റ്റിലാണ്. എൻ്റെ കുട്ടികൾക്ക് പോയിട്ട് എൻ്റെ കാര്യങ്ങൾ തന്നെ ഒന്ന് ശരിക്കും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ എന്ത് വന്നാലും വേണ്ടിയില്ല, ആരോട് എന്താ പറയുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാലും വേണ്ടിയില്ല, ജീവൻ നിലനിൽക്കണം, എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിച്ചവരോട് ആണ് എനിക്ക് പറയാനുള്ളത്. അതിനൊരു പരിഹാരം നിങ്ങൾ എന്ന് കാണും. പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു, പിന്നീട് തുടർ സമരങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് സർക്കാരിനോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത്, സർക്കാർ തുടക്കം മുതൽ സർക്കാർ ഹർഷിനൊക്കൊപ്പമാണ്. ആരോഗ്യമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സഭയിലും പുറത്തും. ആര് എപ്പം ചോദിച്ചാലും ഹർഷിന എന്ന് പറഞ്ഞാൽ ഹർഷിനക്ക് നീതി ലഭിക്കണം, നീതി ലഭിക്കണം, ഹർഷിനക്ക് നീതി ഉറപ്പാക്കണം. എവിടെ നീതി, എവിടെ നീതി? 2 വർഷത്തോളമായി, 7 വർഷത്തോളമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തോളമായി നിങ്ങളെ മുന്നിലെത്തിയിട്ട് എവിടെ എനിക്കുള്ള നീതി? ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ മരിച്ചിട്ടാണോ നിങ്ങൾ എനിക്ക് നീതി ഉറപ്പാക്കുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനെ പരമാവധി സഹിച്ചു കഴിഞ്ഞു. ഇനിയും പടച്ചോനിൽ ഉള്ള വിശ്വാസം കൊണ്ട് മാത്രം മുന്നോട്ട് ജീവിതം പോകുന്ന ഒരു മനുഷ്യനാണ് ഞാനും. എൻ്റെ കുടുംബവും ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ അഭിമാനം വരെ പണയം വെക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യ വകുപ്പിൽ നിങ്ങൾ നടപടി എടുക്കേണ്ടവർ കാരണം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദുരിതം ഇനിയും എന്ന് തീരുമെന്നറിയില്ല. ഈ ഒരു സർജറി കൊണ്ടും എൻ്റെ പ്രയാസങ്ങൾ തീരൂല, ഡോക്ടേഴ്സ് തന്നെ ഉറപ്പ് പറയുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ മുന്നിലേക്ക് കയറണം? ആരോട് കൈ നീട്ടണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. വലിയ ചോദ്യം തന്നെയാണ് ഹർഷിന മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴും അവർ എത്ര മാന്യമായിട്ടാണ് പ്രതികരിക്കുന്നത്? ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ട്, നല്ല ചികിത്സ ലഭിക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതിൽ മാത്രമാണ് അവർക്ക് പ്രതിഷേധമുള്ളത്. ആ പ്രതിഷേധം 5 വർഷമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ആരോഗ്യമന്ത്രിയായാലും ഹർഷിനയ്ക്കൊപ്പം എന്ന് പറയുകയും ഹർഷിനയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ സമീപനം എടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഡോക്ടർ RC ശ്രീകുമാർ, ഇതിനൊരു കൃത്യമായ മറുപടി KGM-CTA നൽകേണ്ടതല്ലേ? ഹർഷിനയുടെ കേസ് 5 വർഷം മുമ്പ് ആ ഡോക്ടർ തനിക്ക് പിഴവ് പറ്റി എന്ന് പറയുന്നതിൻ്റെ ശബ്ദരേഖയടക്കം തെളിവായി നൽകിയിട്ടുള്ളതാണ്. പിന്നീട് എത്ര കാലം അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു? അവരുടെ ചികിത്സയ്ക്ക് കുടുംബത്തുണ്ടായിരുന്ന പണം മുഴുവൻ ചെലവാക്കി, അവരുടെ ബിസിനസ് പൊളിഞ്ഞു. ഇനിയും
ആത്മാഭിമാനത്തെക്കാൾ വലുത്, ആ വാചകങ്ങളൊന്ന് ഡോക്ടർ കൂടി ശ്രദ്ധിക്കണം. ആത്മാഭിമാനത്തെക്കാൾ വലുതാണ് ജീവൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ചെലവിൽ ഓപ്പറേഷന് തയ്യാറാകുന്നതെന്ന് ആത്മാഭിമാനമുള്ളൊരു സ്ത്രീ പറയുകയാണ്. അവരുടെ പോരാട്ടം നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേൾക്കാൻ വയ്യ ഡോക്ടർ ആസിസ് ശ്രീകുമാർ കേൾക്കാമോ? അവസാനം പറഞ്ഞാൽ കേട്ടില്ല. ആദ്യത്തെ ഭാഗം കേട്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും അവർക്ക് ഹർഷീനിന്റെ കേസിൽ ഡോക്ടർ പിഴവ് സംഭവിച്ച ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് നീതി ലഭ്യമാക്കുക, ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 2 ലക്ഷം രൂപയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ തവണയും ഹർഷീനയ്ക്കൊപ്പം എന്ന് പറയും, പക്ഷേ ഹർഷീനയ്ക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നില്ല. അവർക്ക് തുടർ ചികിത്സ ആവശ്യമുണ്ട്. അവരിപ്പോഴും വേദന അനുഭവിക്കുകയാണ്. ഇനിയും ശസ്ത്രക്രിയ നടക്കാനുണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ചികിത്സ, ശസ്ത്രക്രിയ എന്നതിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. തന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഹർഷയുടെ കേസിൽ നമുക്കും ദുഃഖമുണ്ട്. അതെ, എവിടെ വെച്ചാണ് ഞാൻ പിന്നെ ഈ ഫോഴ്സപ്സ് വയറിനുള്ളിൽ പോയി നമുക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിൽ പോലും അന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ പിഴവ് പറ്റി എന്ന് പറഞ്ഞതിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നാണ്. ആ കൺഫ്യൂഷൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അവർക്ക് നീതി കൊടുക്കാത്തത്. അത് നിയമപരമായി ആ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. നിയമപരമായി ഒരു കേസ് നടക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ വിവാദത്തിൽ പ്രസക്തിയില്ല. 2 ലക്ഷം രൂപ എന്നുള്ളത് വളരെ തുച്ഛമാണ്. കുറച്ചുകൂടി സർക്കാരിനത് നൽകാവുന്നതുകൊണ്ട്. കാര്യം രണ്ടും സർക്കാർ ആശുപത്രിയിലാണ്. എവിടെ വെച്ചോ സംഭവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തീർച്ചയായും നഷ്ടപരിഹാരം ഗവൺമെൻറ് നൽകാവുന്നതാണ്. കാര്യം ഹർഷൻ എന്ന വ്യക്തി അനുഭവിച്ച ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ കേസിൻ്റെ എവിടെ വെച്ചാൽ സംഭവിച്ച മറിച്ചുള്ളത് ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്. കോടതി തീരുമാനിക്കട്ടെ. അതിലൊരു ഇത്ര സംവാദത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് സംഘടനയുടെ നയം. ആർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ളതിൽ മറുപടി ഉണ്ടോ? ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. മറ്റേ അവയവമാറിപ്പോയ ശസ്ത്രക്രിയ, അതിനെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പറഞ്ഞോളൂ. എനിക്ക് തുടരാമോ? പറയൂ ഡോക്ടർ. ഒന്ന്, ഡോക്ടർ ബിജോൺ ചില തെറ്റുകൾ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 21 കേസുകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ 2 ടേബിളിൽ തീരുന്നത്രയും കേസുകളല്ല. അപ്പം കുറച്ച് ധൃതി വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡോക്ടർ ബിജോൺ സംസാരിച്ചു. അപ്പോൾ ബിജോൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. പല ഭാഗത്തു നിന്നും ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് അത്രയും കേസുകൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും അതിൻ്റെ ഇരട്ടിയോളം കേസുകളൊന്ന് പോസ്റ്റ് ചെയ്യേണ്ടി വന്നതാണ് ഡോക്ടർ ബിജോൺ. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് കേസ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഈ അനാവശ്യമായി സംഭവം ഉണ്ടായിരിക്കുന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെയും നൗഷാദ് പറഞ്ഞതുപോലെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചത്. ഇങ്ങനൊരു ടങ് ഡേ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ പുറത്ത് സംസാരിക്കാമായിരുന്നു. ആ ആസ്പെക്റ്റിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സംഘടന സമ്മതിക്കുന്നു. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ടങ് ഡേ ഇല്ല എന്ന കുട്ടിയുടെ അമ്മയുടെ ബന്ധു പറയുമ്പോഴും അത് തെറ്റാണ്. കാര്യം ടങ് ഡേ ഇല്ലെങ്കിൽ നമ്മൾ നാക്ക് ഉയർന്നു കാണാൻ സാധിക്കും. നാക്കിൻ്റെ ഏറ്റവും അടിയിലെ കാണുന്നത് ഒരു രക്തക്കുഴലാണ്. അത് വളരെ വലിയ രക്തക്കുഴലാണ്. അത് കട്ട് ചെയ്യുകയാണെങ്കിൽ മാരകമായ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം അവിടെ കട്ട് ചെയ്യണമെങ്കിൽ ഈ ടങ് ഡേ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ കാണുന്ന ഒരു ഫൈബ്രസ് ആയിട്ടുള്ളൊരു ചെറിയൊരു ബാൻഡാണ്. ഈ ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ നോക്കുകയുള്ളൂ. ബാൻഡ് ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രക്തനഷ്ടം ഉണ്ടാവും. കുട്ടി ചിലപ്പം മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കാത്ത സാഹചര്യത്തിൽ അവിടെ ഒരു ടങ് ഡേ ബാൻഡ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ടങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5% കുഞ്ഞുങ്ങൾ കാണുന്ന 4.8% റിപ്പോർട്ടഡ് റേറ്റ് കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു പ്രശ്നമാണ്. ഇത് 2 രീതിയിൽ കുഞ്ഞുങ്ങളെ ബാധിക്കാം. ഒന്ന്, ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് മുല കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും വായ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. കാരണം നാക്കുകൊണ്ട് പാല് വലിച്ചു കുടിക്കാൻ ഒക്കാതെ വരുന്നു. അപ്പോൾ അതൊരു 30-40% ആൾക്കാരിൽ, കുഞ്ഞുങ്ങളിൽ ഇത് കണ്ടുപിടിക്കുന്ന ഈ സമയത്താണ്. എന്നാൽ ഒരു 60% ആൾക്കാരിൽ ഇത് കണ്ടുപിടിക്കുന്നില്ല. പകരം ഇവർ സ്കൂളിലെത്തുമ്പം ഇവരുടെ സംസാരത്തിൽ ടീച്ചർമാർ പലപ്പോഴും സംസാരത്തിൽ മാറ്റം, അല്ലെങ്കിൽ സംസാരം ചില വാക്കുകൾ പറയുമ്പോൾ ചെറിയ കൊത്താനും പറയാം. അങ്ങനെ വരുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇത്തരം ആൾക്കാരിൽ 6 വയസ്സ് ശേഷം ഇത് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇവരുടെ ഭാഷ ശരിയാകാതെ വരികയും തുടർച്ചയായിട്ട് സ്പീച്ച് തെറാപ്പി വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇതാണ് ടങ് ഡേയുടെ യാഥാർത്ഥ്യം. ടങ് ഡേ ഇല്ലാത്ത ഒരു ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ടങ് ഡേ കണ്ടപ്പോൾ ഈ ഡോക്ടർക്ക് അത് പറയാമായിരുന്നു. തെറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ടങ് ഡേ ഈ കാണാൻ സാധ്യത വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കരയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടങ് ഡേ കാണുന്നത്.
മിക്കവാറും സംഭവിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിനെ ശസ്ത്രക്രിയയുടെ അകത്തേക്ക് കൊണ്ടുപോയ സമയത്ത് കുഞ്ഞ് കരഞ്ഞ് കാണണം. ആ കരയുന്ന സമയത്തായിരിക്കും ടങ് ഡേ കണ്ടത്. അപ്പം ഇങ്ങനെ ടങ് ഡേ കണ്ടപ്പോൾ, ടങ് ഡേ വലിയ ഓപ്പറേഷൻ, വളരെ ചെറിയ, നമ്മൾ പണ്ട് OP-യിൽ ചേരുന്ന ചെറിയൊരു ഓപ്പറേഷനാണ് അത്. ഈ രക്തങ്ങൾ മുമ്പുള്ള ഭാഗം ചെറിയ കത്രി വെച്ച് കട്ട് ചെയ്ത് വിടുന്ന അത്രയേ ഉള്ളൂ. അതിന് സ്റ്റിച്ചോ ഒന്നും വേണ്ടി വരാത്ത വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് ടങ് ഡേ. ഇത് റിലീസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആ കുഞ്ഞിൻ്റെ ബന്ധുക്കളോ കുഞ്ഞിൻ്റെ പക്ഷേ അമ്മയോ ഡോക്ടർ ആസീസ് ശ്രീകുമാർ, ഇതാണ് ഈ ന്യായമാണ് മനസ്സിലാക്കാനാവാത്തത്. താങ്കൾ ഈ പറയുന്നത് പോലെ ആ കുട്ടിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം. അല്ലല്ല, പറയട്ടെ, ആ കുട്ടിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നേക്കാം. ആ ശസ്ത്രക്രിയ എന്നതും ശരി. ഡോക്ടർ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ആ ശസ്ത്രക്രിയ എന്നത് വളരെ ചെറിയ ശസ്ത്രക്രിയയാണ്. താങ്കൾ പറഞ്ഞതുപോലെ OP-യിൽ വെച്ച് തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷനാണ് എന്ന് പറയുമ്പോൾ അത് അത്രയും നിസ്സാരമാണ്, ശരിയായിരിക്കാം. പക്ഷേ കുട്ടി ചെയ്യാൻ വന്നിരുന്നത് 6-ാം വിരലിലെ ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ മാറി. ഇതൊരു ഭാഗ്യമാണ് ഡോക്ടർ, ഇതൊരു ഭാഗ്യമാണ്. ഈ വിഷയത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയെന്നൊരു ഭാഗ്യമാണ്. മറിച്ചായിരുന്നെങ്കിലോ? മറിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ പിഴവ് എന്താണ് മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇതിപ്പോൾ ഒരു ഇപ്പോൾ UK-യിലോ അല്ലെങ്കിൽ US-ലോ സിസ്റ്റത്തിലാണെങ്കിലും ഞാൻ ഇവിടെ സംസാരിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് സെമി എമർജൻസിയാണ് ടങ് ടൈ. കാരണം ടങ് ടൈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതിനാൽ ടങ് ടൈ എമർജൻസിയാണ്. 6-ാം വിരലോ 7-ാം വിരലോ എന്നുള്ള ഒരു സർജിക്കൽ എമർജൻസി അല്ല. അതിൽ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഡോക്ടർ ചെയ്ത് പറയാമായിരുന്നു. പക്ഷേ ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ടങ് ടൈ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വിരലിനേക്കാൾ എത്രയോ ആൾക്കാർ 6-ഉം 7-ഉം വിരലുണ്ട്. അതൊരു എമർജൻസി അല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു രോഗി അല്ലെങ്കിൽ രോഗബന്ധുക്കൾ ആവശ്യപ്പെടുന്ന ഓപ്പറേഷൻ മാത്രമാണ്. അത് നിർബന്ധം ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ അല്ല. അതേസമയം ടങ് ടൈ എന്ന പ്രശ്നം ചെയ്തില്ല എങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും സംസാരത്തിന് കുട്ടി സംസാരിക്കും, പക്ഷേ ചില വാക്കുകളിൽ വ്യക്തത ഇല്ലാതെ വരികയും സ്പീച്ച് തെറാപ്പി വരെ വേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു ഡോക്ടർ ശസ്ത്രക്രിയക്ക് വരുമ്പോൾ താങ്കൾ ആ പറയുന്നതൊന്നും നിഷേധിക്കുന്നില്ല ഡോക്ടർ. പക്ഷേ ഒരു രോഗി ശസ്ത്രക്രിയക്ക് വരുമ്പോൾ ഡോക്ടർ പ്രാഥമികമായി ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഇയാൾക്ക് എന്ത് ശസ്ത്രക്രിയയാണ് എന്ന് നോക്കുകയല്ലേ? ആ നോട്ടം ഉണ്ടായിട്ടില്ല. ആം ബാൻഡ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുട്ടിയുടെ ബന്ധു പറയുന്നത്. അപ്പോൾ ആ ബാൻഡിലേക്ക് നോക്കിയിരുന്നെങ്കിൽ കുട്ടിയുടെ ശസ്ത്രക്രിയ ഏതാണെന്ന് മനസ്സിലാകുമല്ലോ. ആ ഒരു കാര്യം സമ്മതിച്ചു. ചിലപ്പോൾ കൊണ്ട് കിടത്തി അന്ന് വേറെ 4 ടങ് ടൈ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ടങ് ടൈ ആയിട്ട് ഡോക്ടർ കൺഫ്യൂഷൻ ഉണ്ടായി, ഡോക്ടർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അത് സമ്മതിക്കുന്നു, അത് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ഇതുകൊണ്ട് ആ കുട്ടിക്ക് നല്ലതല്ലാതെ യാതൊരു ദൂഷ്യം വരാനില്ല. അതുപോലെ തന്നെ സംഘടന ഞങ്ങൾ ഈ പേരൻസുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ കോൺടാക്ട് ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് ഒരു കുറ്റവും ആ ഡോക്ടർ ചെയ്യാത്തതിനാൽ അതിനകത്തൊരു ഞങ്ങൾ അവരെ അങ്ങോട്ട് പോയി കോമ്പറേഷൻ ഒരു ആവശ്യമായിട്ടില്ല. ഇപ്പോൾ ഒരു അന്വേഷണം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ നയം. അതുകൊണ്ട് സംഘടന ഇതിനകത്തൊരു ഡോക്ടർ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് യാതൊന്നും ഇല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ശിക്ഷ കൊടുക്കത്തക്ക ഒരു കുറ്റവും ആ ഡോക്ടർ ആ കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ സംഘടന അവരെ ആരും ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കേസ് ഒതുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും അവിടുത്തെ മെഡിക്കൽ യൂണിറ്റിൻ്റെയും തീരുമാനം തന്നെ. ആ അമ്മയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ചെയ്തതുകൊണ്ട് കുഞ്ഞ് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. 50-60% വരെ ടങ് ടൈ പലപ്പോഴും കണ്ടുപിടിക്കാതെ പോകുന്നുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് സ്കൂളിലെത്തുമ്പോൾ മാത്രമാണ്. ശരി, കുട്ടിയുടെ ബന്ധുവിലേക്കാണ്. കേൾക്കാമല്ലോ അല്ലേ? ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞത് കേട്ടല്ലോ. കുട്ടിക്ക് നാവിന് കെട്ടുണ്ട് എന്നുള്ളത് ഡോക്ടർമാരുടെ ബോധ്യമാണ്. അത് ഇപ്പോൾ അത്ര രീതിയിൽ മനസ്സിലായല്ലോ. കുട്ടി സംസാരിക്കില്ല എന്നല്ല, ചില വാക്കുകൾ ഉച്ചരിക്കാൻ, ചില പ്രൊനൗൺസിയേഷനൊക്കെ ബുദ്ധിമുട്ടാകും. അത് പിന്നീട് സ്കൂളിൽ പോകുമ്പോൾ വലിയ രീതിയിൽ അത് പ്രശ്നമായി തീരുകയും ചെയ്തു. ആ പ്രശ്നമാണ് ഇപ്പോൾ പരിഹരിച്ചതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. സാറ് പറഞ്ഞ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്, ഭാവിയിലേക്ക് ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ സാറോട് ഒരു കാര്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ. നമ്മൾ ഒരു ഓപ്പറേഷത്തിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡേറ്റ് കിട്ടുന്നത്? എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡേറ്റ് കിട്ടുന്നത്. മോൾക്ക് പിറ്റേന്ന് തന്നെ ഡേറ്റ് കിട്ടിയത് അവളെ വിരൽ അത്രയും ഇതായിരിക്കണം, മുടിൻ്റെ മുകളിലൊക്കെ കുടുങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമായതിനെ കൊണ്ടാണ് പിറ്റേന്നൊക്കെ ഡേറ്റ് കിട്ടിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും ഡേറ്റ് കിട്ടില്ല. പിന്നെ സാറ് ഇതേപോലെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്, കൊണ്ടുപോയ സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് വന്നിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സാറ് ഞങ്ങളടുത്ത് പറയാം, കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അതല്ലേ സാർ ചെയ്യേണ്ടത്?
അല്ല ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ അതാണ് കംപ്ലൈന്റ് എന്നാണ് വിചാരിച്ചത്. അതല്ലേ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലല്ലോ. അതെ സാറടുത്ത് അതെ സാറിന് മാറിപ്പോയതാ. സാറ് സമ്മതിച്ചല്ലോ, സാറിന് മാറിപ്പോയതാണെന്ന് സാറ് സമ്മതിച്ചിട്ടുണ്ടല്ലോ. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ സമ്മതിക്കുകയും ചെയ്തു. സാർ ശരിക്കും ഡോക്ടർ മറുപടി പറഞ്ഞോളൂ. ഡോക്ടർ ശ്രീകുമാർ മറുപടി പറഞ്ഞോളൂ. സാറ് ശരിക്കും ഡോക്ടർ ബിജോൺ അപ്പോൾ തന്നെ അമ്മയോടും അച്ഛനോടും പറയുകയും ചെയ്തു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് മാറിപ്പോയതാണ്, മറ്റേതും ചെയ്തു തരാം, ഇങ്ങനെ അസുഖം ഉണ്ടായെന്ന്, ഇങ്ങനെ പ്രശ്നം, അസുഖമല്ല ടെങ്കര അസുഖം കൂട്ടുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുകയും ചെയ്തിട്ട് അമ്മയോട് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിന് നല്ലതല്ലാതെ കുഴപ്പമൊന്നും വരില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കാത്തതും. കാര്യം ഒരു കുട്ടിയുടെ പ്രശ്നം കണ്ടു, അത് ആ ഡോക്ടർ അപ്പം തന്നെ ചികിത്സിക്കുകയും ചെയ്തു. ഡോക്ടർ ബിജോൺ കൃത്യമായിട്ട് തന്നെ അവരെ വിളിച്ച് സംഭവം ഉണ്ടായി കഴിഞ്ഞ് വിളിച്ച് അടുത്ത കേസ് അപ്പോഴേ അദ്ദേഹം കയറി കഴിഞ്ഞു. കാരണം ഈ 25 കേസ് ചെയ്യേണ്ട ധൃതിയിലായിരുന്നു. അപ്പം തന്നെ ഇവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല, അതും ചെയ്തിട്ടുണ്ട് ഇതും ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അതിനകത്ത് ഡോക്ടർ ബിജോൺ ഒന്നും മറച്ചു വെച്ചിട്ടില്ല, കൃത്യമായിട്ട് തന്നെ അച്ഛനും അമ്മയോടും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി, കുട്ടിയുടെ ബന്ധുവിനോടാണ് ചോദ്യം. ഇതിപ്പോൾ ഡോക്ടർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ടതില്ല എന്നാണ് സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അന്വേഷിക്കാൻ ഒരു സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്ത് നടപടി വേണമെന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്? പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കുട്ടിയുടെ 2 പ്രശ്നങ്ങൾ അബദ്ധത്തിലാണെങ്കിലും പരിഹരിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. നിങ്ങൾ ഇക്കാര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? ഞങ്ങൾ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അല്ല, എന്താണ് ഡോക്ടർക്കെതിരെ എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ഹലോ, ഡോക്ടർക്കെതിരെ എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ഞങ്ങളെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരരുത്. ഹലോ, പറഞ്ഞോളൂ. അതാണ് ഞങ്ങൾ ആവശ്യം. ശരി, കേസുമായി മുന്നോട്ട് പോകും. നൗഷാദ് തെക്കയിൽ ഇപ്പോൾ 2 കേസിലും സംഭവിച്ച കാര്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. നൗഷാദ് തെക്കയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഡോക്ടറും രോഗിയും തമ്മിൽ കൃത്യമായി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, അതിനുള്ള സമയമില്ല, അതിനുള്ള എണ്ണവുമില്ല മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ കാര്യത്തിൽ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ഈ പിഴവ്, കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള പിഴവ്, അതൊരു പിഴവല്ല, 2 കാര്യത്തിലുമുള്ള ചികിത്സയായിട്ടാണ് ഡോക്ടർമാരുടെ സംഘടന കാണുന്നത്. ഇനി ഈ കാര്യത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ഈ പറയുന്ന ബിജോൺ ജോൺസൺ എന്ന ഡോക്ടർ നല്ലൊരു ഡോക്ടറാണെന്നും അദ്ദേഹം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണെന്നുള്ള അഭിപ്രായം പൊതുവെയുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് വേണമെന്നാണ് നിങ്ങളടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്? ഇതല്ലേ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ സമൂഹ മധ്യത്തിൽ നിൽക്കുന്ന 2 സഹോദരിമാർ, ഇപ്പോൾ അർച്ചനയായാലും ICU കേസിലെ അതിജീവിതയായാലും അവരനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നീതി ലഭിക്കാൻ അവരെ പരിശോധിച്ച ഡോക്ടർ അടക്കമുള്ള ആളുകൾ എന്ത് നിലപാടാണ് എടുത്തത് എന്നുള്ളത്, അവരതിന് വേണ്ടി എന്തുമാത്രം സമരം ചെയ്തു എന്നുള്ളത്, അതുമാത്രമല്ല അവർ പൊരിവെയിലിൽ കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ അവർ കൊടുത്ത പരാതിയുടെ ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി എന്തുമാത്രം ദിവസം അവിടെ ഇരുന്നു എന്നുള്ളത് ഒക്കെ നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ അധികാരികളോടാണ്. പിന്നെ ഇപ്പോൾ ഈ ചർച്ചയിൽ 2 ബഹുമാനപ്പെട്ട ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട്. അവർ ഏതായാലും ഈ വിഷയത്തിൽ കുഞ്ഞിന് വിരൽ മാറി ശസ്ത്രക്രിയ ചെയ്ത വിഷയത്തിൽ അവർ വലിയ ന്യായീകരണമൊന്നും ചെയ്യുന്നില്ല. അവർ നല്ല രീതിയിൽ നമ്മളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്, ചെറിയൊരാശ്വാസം. കാരണം കഴിഞ്ഞ ചർച്ചയിലൊക്കെ, മുമ്പത്തെ പല മാധ്യമങ്ങളിലും ചർച്ചയിൽ ഞാൻ കേൾക്കെ തന്നെ എന്നോട് തന്നെ ചില ഡോക്ടർമാർ, സംഘടനയുടെ ആളുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വാഹനം വർക്ക്ഷോപ്പിൽ എത്തിച്ചാൽ നമുക്ക് ചെറിയ ഫാൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നന്നാക്കുന്ന ആൾ അത് ക്ലിയർ ആക്കി കൊടുത്തു വിടില്ലേ, അതുപോലെ ആയിക്കൂടെ ഇത് എന്നൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്തുമാത്രമാണ് ഇവർ ഇതിൽ
ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതെന്താ ഓഫർ കൊടുക്കുകയാണോ ഈ പിന്നെ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആണോ? അത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറയാനുള്ളൊരു കാരണം, ആയിരക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് മുതിർന്ന ആളുകൾ അവിടെ ശസ്ത്രക്രിയക്ക് ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി എത്രയോ മാസങ്ങളായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കൈയിൻ്റെ വിരലിന് ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ട കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇവർ നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ സംഘടനേൻ്റെ ആളുകൾ ഇത്തരത്തിലുള്ള സംസാരിക്കുന്നത് പാവപ്പെട്ട ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, പല ആളുകളും ഉണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നോൺ പ്രാക്ടീസ് അലവൻസ് ലക്ഷങ്ങൾ എഴുതി വാങ്ങിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? രാവിലെ 8 മണി മുതൽ പിന്നെ 4 മണി വരെ ഡ്യൂട്ടി എടുക്കേണ്ട ഡോക്ടർമാർ, സീനിയർ ഡോക്ടർമാർ എവിടെ ഉണ്ടാവാറ്? ഒ പിയിലൊക്കെ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലൊക്കെ രോഗികൾ ചെല്ലുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യേണ്ട ഡോക്ടർമാർ എവിടെ ഉണ്ടാവാറ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറും പിന്നെ അരുൺ സാറും ഒന്ന് ശ്രദ്ധിക്കണം. അരുൺ സാറ് പിന്നെ സംഘടനാ തലത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കട്ടെ, അത്യാഹിത വിഭാഗത്തു നിന്ന് ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ എവിടെയാണ് ഇപ്പം രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകേണ്ടത്? എവിടെ? 1 കിലോമീറ്റർ എങ്ങാനും പോകണം. പണ്ടത്തെ പിന്നെ അത്യാഹിത വിഭാഗത്ത് പോകണം. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഫാൾട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ അവിടെ ഇത് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ചെറിയൊരു ഫാൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ രോഗിനെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് വീണ്ടും പുതിയ പിന്നെ കാഷ്വാലിറ്റിയിലേക്ക് വരണം. അതേപോലെ തന്നെ പുതിയ കാഷ്വാലിറ്റിയിൽ ബ്ലഡ് ബാങ്ക് ഉണ്ടോ? അതുപോലെ തന്നെ എനിക്ക് പറയാനുണ്ട്, ചില ഡോക്ടർമാർ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ശസ്ത്രക്രിയ വരെ നടത്തിക്കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ബഹുമാനപ്പെട്ട സംഘടനാ നേതാക്കൾ തയ്യാറാണ്. എനിക്ക് ഇത്രേ വിനീതമായിട്ട് പറയാനുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ എല്ലാം അഭിമാനമാണ്. മലബാറിൽ ആശയറ്റ പാവങ്ങൾക്ക് ആശ്രയമാകുന്ന കോളേജാണ്. പക്ഷേ ഒരു പരാതി വന്നാൽ അത് അന്വേഷിക്കാനും സത്യസന്ധമായി ഇടപെടാനും, ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി എടുക്കാനും, ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ വിദഗ്ധ സമിതി വരുന്നു, അല്ല DME നിയോഗിച്ച കമ്മിറ്റി വരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ കമ്മിറ്റിക്കൊക്കെ കൃത്യമായി മൊഴി കൊടുക്കാൻ അതിലും ഡോക്ടർമാരുള്ളത്. അവരൊക്കെ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാവപ്പെട്ട ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഒരു സംവിധാനം ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, രോഗികൾക്ക് നിയമപരിരക്ഷ വേണം. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് രോഗികൾ ഡോക്ടറെ ആക്രമിക്കുന്നത്. ഞങ്ങളൊന്നും ഒരിക്കലും അനുകൂലിക്കില്ല. പാവപ്പെട്ട രോഗികളുടെ കൂടെയുള്ള ആളുകൾ അതിക്രമം കാണിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, നമുക്ക് വളരെ വിഷമകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടുണ്ടാകുന്നു? രോഗികൾക്കും പരിരക്ഷ വേണം, നമ്മുടെ ഡോക്ടർമാർക്കും പരിരക്ഷ വേണം. ഈ രോഗികളും ഡോക്ടർമാരും തമ്മിലുള്ള പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു ബന്ധം, ആ ബന്ധം നിലനിൽക്കണം, തുടർന്നു പോകണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സംഘടനാ പ്രതിനിധികൾ ചെയ്യണം. പ്രധാനപ്പെട്ട കാര്യമാണ് നൗഷാദ് തെക്കേൽ ചൂണ്ടിക്കാണിച്ചത്. ഡോക്ടർ NM അരുൺ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ ഈ ചർച്ചയിൽ തുടക്കം മുതൽ തന്നെ ഡോക്ടർ ശ്രീകുമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പാവപ്പെട്ട രോഗികളോട് കാണിച്ചിരിക്കുന്ന അനീതിയിൽ ഇപ്പോൾ ഹർഷീനയുടെ കേസിലടക്കം അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഇപ്പോഴും തെളിവില്ല എന്നാണ്. തെളിവൊക്കെ പുറത്തു വരികയും പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കുറ്റം സംഭവിക്കുമ്പോൾ, കുറ്റം തെളിയുമ്പോൾ പോലും സമ്മതിക്കാത്ത ഡോക്ടർ സമൂഹം ഉണ്ട് നമ്മുടെ മുന്നിൽ. അതിന് പ്രധാന കാരണം ക്രിമിനലൈസേഷൻ ഓഫ് മെഡിക്കൽ എറർ ആണ് നമ്മളിവിടെ നടക്കുന്നത്. അത് ക്രിമിനലൈസേഷൻ ഓഫ് മെഡിക്കൽ എറർ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എറർ ആണെന്നുള്ളതാണ്. അതായത് കരുതിക്കൂട്ടി ആരും ചെയ്യുന്നതല്ല. ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല. എറർ ഉണ്ടാവും. എറർ എന്തായാലും ഹർഷീനയുടെ കാര്യത്തിൽ എന്തായാലും എറർ ഉണ്ട്, നമുക്കറിയാമല്ലോ. എല്ലാത്തിലും എറർ എന്തായാലും ഉണ്ട്. ആര് ചെയ്തു എങ്ങനെയാണെങ്കിലും നമുക്ക് അന്വേഷിക്കാം. പക്ഷേ അത് ക്രിമിനലൈസേഷൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉടനെ തന്നെ പോലീസ് കേസായി ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്നതോടുകൂടി ഇതിൻ്റെ സുതാര്യത പലപ്പോഴും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് സമ്മതിക്കണം. ഉടനെ തന്നെ സമ്മതിക്കുകയും അതിന് വേണ്ട അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യുക. അതിനുശേഷം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. പക്ഷേ ക്രിമിനലായിട്ട് ഡോക്ടർമാരെയോ നഴ്സുമാരെയോ അല്ലെങ്കിൽ ആരെയും മുദ്ര കുത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇവരൊന്നും ഒരു ക്രിമിനൽ ആക്ട് അല്ല, ഇതിന് എററാണ്. എറർ ഉണ്ടാവാം. എന്ത് കാര്യത്തിലും ഇങ്ങനെ എറർ ഉണ്ടാവാം. ഒരിക്കലും എറർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിനെ ബെറ്റർ ആക്കണം വേണ്ടത്. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജാണ്. RC ശ്രീകുമാർ അവിടെ പഠിച്ചതാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് വർക്ക് ലോഡ്, അതായത് ഒരു 4 മെഡിക്കൽ കോളേജ് ചെയ്യേണ്ട വർക്ക് ലോഡ് ചെയ്യുന്ന ഒരു ആശുപത്രിയാണത്. അപ്പോൾ
അപ്പോൾ എന്തായാലും അവിടെ എറർ കുറച്ച് കൂടും. ഇതുപോലെ തിരക്ക് കാരണമാണ് എറർ കൂടുന്നത്. ഒരു ഡോക്ടർ ഒരു നേരത്തെ തന്നെ ഈ പീഡിയാട്രിക് സർജനിക്ക് വന്ന് 21 കേസ് സെറ്റാണ് ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ഇലക്റ്റീവ് കേസുകൾ ഒന്നുകിൽ കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയധികം സ്റ്റാഫിനെയും തിയേറ്ററും ഉണ്ടാക്കേണ്ടി വരും. ഒരിക്കലും നമ്മൾ ഈ സമരം ചെയ്യേണ്ടത് ഡോക്ടർമാരെ അല്ലെങ്കിൽ നഴ്സുമാരെ അറസ്റ്റ് ചെയ്യുക, അവരെ തുറങ്കിലടിക്കുക എന്നുള്ളതിന് പകരം ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ കൂട്ടുക. 10 ഓപ്പറേഷൻ തിയേറ്റർ കൂടി വരട്ടെ, എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും ആവശ്യത്തിന് സ്റ്റാഫ് വരട്ടെ. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 3 ഇരട്ടി സ്റ്റാഫ് ഉണ്ടെങ്കിൽ എന്തായാലും എറർ കുറയുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞത് ഒരാളുടെ അല്ല, ഇത് സിസ്റ്റമാറ്റിക് എറർ അല്ലേ അത്. ഞാൻ പറഞ്ഞത് ഒരാൾ കരുതി കൂട്ടി ഉണ്ടാവുന്ന സംഭവമല്ലല്ലോ. തിരക്കുള്ളതുകൊണ്ടല്ലേ ഉണ്ടാവുന്നത്. തിരക്കില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ഒരാൾ ഒരു ദിവസം 4 പേരെ മാത്രം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ മാറ്റുന്നത് വരുമോ? ഇല്ല. അപ്പോൾ ഇത്രയധികം തിരക്കിലാണ് ഇവർ പണിയെടുക്കുന്നത്. വളരെയധികം ഇതിലാണ് എറർ ഉണ്ടാവും, എറർ സമ്മതിക്കണം, അതെല്ലാം സമ്മതിക്കുമെങ്കിലും സിസ്റ്റത്തിൻ്റെ ഫോൾട്ടാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും എറർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അല്ലെങ്കിൽ ഒരു നഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എറർ സിസ്റ്റത്തിൻ്റെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാതെ വളരെ സിസ്റ്റത്തിൻ്റെ അല്ലാതെയുള്ള എറർ ഉണ്ടായിരിക്കാം. വളരെ റെക്ലെസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, നമ്മുടെ ഗൈഡ് ലൈൻസിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന പോലെ 1-2 ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഈ കേസുകളിലെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ എറർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരക്കുള്ള ഒരു ആശുപത്രികളിൽ വീണ്ടും ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. ഒന്നുകിൽ നമ്മൾ ഇനി ഇത്ര പേരെ നോക്കുള്ളൂ തീരുമാനിക്കുക, തിയേറ്ററിൽ ഇത്ര സർജറി ചെയ്യാൻ പറ്റുള്ളൂ, വെയിറ്റിംഗ് ലിസ്റ്റ് വല്ലാതെ കൂടും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് 3 ഇരട്ടി 4 ഇരട്ടി സ്റ്റാഫിനെയും തിയേറ്ററൊക്കെ സജ്ജമാക്കിക്കൊണ്ട് നമുക്ക് ഈ എറർ കുറയ്ക്കാൻ പറ്റുമോ നോക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഓരോ ഡോക്ടറെ ക്രൂശിക്കുക അല്ലെങ്കിൽ നഴ്സിനെ ക്രൂശിക്കുക എന്നുള്ള രീതിയിൽ മാറിയിട്ട് എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു പഠിച്ച് അത് ഉണ്ടാവാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ശരി, ഡോക്ടർ ആർ സി ശ്രീകുമാർ, താങ്കൾ എങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? സിസ്റ്റത്തിന്റെ പിഴവ് ഡോക്ടർമാരുടെ പിഴവല്ല എന്ന രൂപത്തിലാണോ? സ്മൃതി, എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു ചർച്ച ഇതിന് പകരമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നങ്ങളും ആധുനിക പ്രശ്നങ്ങളും അതിന് സൊല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത്. കാര്യം 6 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നതിനേക്കാളും അത്രയും സ്റ്റാഫ് തന്നെ ഈ 12 മെഡിക്കൽ കോളേജ് ഇപ്പോൾ സർക്കാരിലുള്ളൂ. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും 50% ഡോക്ടർമാരുടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, നേഴ്സിംഗ് സ്റ്റാഫ്. അപ്പം ഹർഷയുടെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാന ഇഷ്യൂ, ഒരു കേസ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു നേഴ്സ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു നേഴ്സ് പുറത്തുണ്ടാകണം. അവരാണ് ഈ നേഴ്സിനെ കൗണ്ട് ചെയ്യുന്നത്. അത്രയും സിസ്റ്റം ഒരു മെഡിക്കൽ കോളേജ്, കാരണം മെഡിക്കൽ കോളേജ് നേഴ്സുമാരില്ല. കാരണം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്ന് സംഭവിച്ചിരിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷേ ഒരു മെഡിക്കൽ കോളേജുകളിലും അങ്ങനെ തിയേറ്ററിൽ കേസ് എല്ലാ പ്രൈവറ്റ് ആശുപത്രിയിലും അങ്ങനെ സംഭവമുണ്ട്. കേസ് നടക്കുമ്പോൾ പുറത്തൊരു നേഴ്സ് ഫുൾ ടൈം ഉണ്ട്, അവരാണ് ഈ എല്ലാം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിസ്റ്റം ഒരു മെഡിക്കൽ കോളേജ് സ്റ്റാഫില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ക്രിമിനലൈസേഷൻ അല്ല നമ്മുടെ ലക്ഷ്യം, കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത്തരം ചർച്ചകൾ ദയവ് ചെയ്ത് നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാകണം. മെഡിക്കൽ കോളേജുകളുണ്ട് 50% ഡോക്ടർമാർ ഡെഫിഷ്യൻസി ഇപ്പോഴുണ്ട് എക്സിസ്റ്റിംഗ് വേക്കൻസികളിൽ. അതുപോലെ നഴ്സിംഗ് സ്റ്റാഫിന് അതുപോലെ ഷോർട്ടേജ് ഉണ്ട്. സർക്കാർ കുറച്ചുകൂടി ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും കുറച്ചുകൂടി ഉള്ള ഇപ്പം അനുവദിച്ച വേക്കൻസിയിലെങ്കിലും ഫില്ല് ചെയ്യാൻ ശ്രമം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വർക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജ് NMC ഇപ്പം ചോദിച്ചിരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ NMC പറഞ്ഞതിൻ്റെ 25% സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അവിടെ കാഷ്വാലിറ്റി ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം വളരെ ഗുരുതരമായ രീതിയിൽ സ്റ്റാഫ് ഷോർട്ടേജ് എല്ലാ മെഡിക്കൽ കോളേജും അഭിമുഖീകരിക്കുകയാണ്. ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ കൂടുതൽ ഡോക്ടർമാരെയും കൂടുതൽ സൗകര്യം നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹർഷീനമാരും ഈ കുഞ്ഞുമൊന്നും ഉണ്ടാകാതെ നോക്കാൻ നമുക്ക് സാധിക്കും. ഞങ്ങളൊരിക്കലും ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, ഒരിക്കലും ഉണ്ടാകരുത്, ഇങ്ങനൊരു കുഞ്ഞു ഉണ്ടാകരുത്, ഹർഷീന ഉണ്ടാകരുത് എന്ന് തന്നെയാണ് സംഘടനയുടെയും ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. കാരണം ഞങ്ങളും നിങ്ങളുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അത്തരം ഒരു ചർച്ച വീണ്ടും ഉണ്ടാകണം. മെഡിക്കൽ കോളേജുകൾ പുരോഗമിക്കണം, നമ്മുടെ എല്ലാം ആവശ്യമാണ്. ശരി, നിങ്ങൾ പറഞ്ഞത് സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ചർച്ച പങ്കെടുത്ത എല്ലാവരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.